ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ക്രിസ്തു നമ്മിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 1 യോഹന്നാൻ 3:24 വാക്യം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. നമ്മിലുള്ളവൻ ലോകത്തിനുള്ളവനേക്കാൾ വലിയവനാണ്. അവൻ നമ്മുടെ ഉള്ളിൽ മാത്രമല്ല, എന്നേക്കും നമ്മിൽ വസിക്കുന്നു. ഞങ്ങളും അവനിൽ വസിക്കുന്നു. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നത് പോലെ നാം കർത്താവുമായി ഐക്യപ്പെടുന്നു. ഔപചാരിക വിദ്യാഭ്യാസമില്ലാത്ത ഒരാളെ ഞാൻ ഒരിക്കൽ കണ്ടുമുട്ടി. അവന് അശുദ്ധാത്മാവുണ്ടായിരുന്നു. ആ ചൈതന്യം അവനിൽ വരുമ്പോൾ അവൻ ഒരു ഇംഗ്ലീഷ് മനുഷ്യനെ പോലെ മനോഹരമായി ഇംഗ്ലീഷ് സംസാരിച്ചു. അത് വെളിപ്പെടുത്താനുള്ള ആത്മാവായതിനാൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തും. എന്നാൽ ആത്മാവ് അവനിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവനൊരു സാധാരണ മനുഷ്യനായി തീരും. ഒരു പക്ഷേ ഷേക്സ്പിയറിന്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഷേക്സ്പിയറെ പോലെ നാടകങ്ങൾ എഴുതാൻ തുടങ്ങും. ബിഥോവന്റെ ആത്മാവ് ഒരാളിൽ വസിക്കുന്നുവെങ്കിൽ അവൻ ഒരു മികച്ച സംഗീത സംവിധായകനാകും. ബിഥോവൻ ചെയ്തതുപോലെ അവൻ ചെയ്യും. ആകസ്മികമായി സ്വച്ഛതാധിപതിയായ ഈദി ആമീന്റെ ആത്മാവ് അവനിൽ കുടികൊള്ളുകയാണെങ്കിൽ അത് എത്ര ഭയാനകമായിരിക്കും. എന്നാൽ അഭിഷക്തനായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. കുഷ്ഠരോഗിയെ സ്പർശിച്ച ക്രിസ്തു അവനെ സുഖപ്പെടുത്താൻ ഒരു മടിയും കൂടാതെ മഹത്തായ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്ന സർവശക്തനായ ദൈവമായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. യേശു ക്രിസ്തു വായ് തുറന്ന് ആജ്ഞാപിച്ചപ്പോൾ കാറ്റും കടലും അവനെ അനുസരിച്ചു. അവന്റെ ആജ്ഞയാൽ പിശാചുക്കൾക്ക് ശക്തി നഷ്ടപ്പെട്ടു. മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. ലാസറെ പുറത്തുവരൂ എന്ന് അവൻ പറഞ്ഞപ്പോൾ മരണത്തിനും പാതാളത്തിനും ശക്തി നഷ്ടപ്പെട്ടു. ലാസറിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഇത്രയും മഹത്തായ പ്രവർത്തികൾ ചെയ്ത ക്രിസ്തു ഇന്ന് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു ചെയ്ത പ്രവർത്തികൾ നമ്മളും ചെയ്യേണ്ടതല്ലേ? ക്രിസ്തു നമ്മിൽ വസിക്കുമെന്ന് മനസ്സിലാക്കി കർത്താവ് മുൻകൂട്ടി പറഞ്ഞു. ഏറ്റവും ഉറപ്പായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളും ചെയ്യും. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിനാൽ ഇവയേക്കാൾ വലിയ പ്രവൃത്തികൾ അവൻ ചെയ്യും എന്ന്. ഇത് യോഹന്നാൻ 14:12 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. 2000 വർഷം മുമ്പ് ഈ ലോകത്തുണ്ടായിരുന്ന അതേ ക്രിസ്തു ഇന്നും നമ്മിലുണ്ട്. ഇന്ന് നമ്മിലൂടെ അതേ പ്രവൃത്തികൾ ചെയ്യാൻ അവന് കഴിയും. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നത് എത്ര മഹത്വമാണ്. ദൈവമക്കളെ, നിങ്ങളിൽ വസിക്കുന്ന പിതാവിന്റെ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യാൻ കർത്താവ് പ്രതീക്ഷിക്കുന്നു. എപ്പോഴും തന്റെ സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം ചെയ്ത കർത്താവായ യേശു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതിനാൽ നിങ്ങളും നിങ്ങളുടെ ഇഷ്ടം ഉപേക്ഷിച്ച് ദൈവഹിതം ചെയ്യണം. ദൈവഹിതവും ലക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ. ആമേൻ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 2 തീമോഥെയോസ് 1:14 വാക്യം. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യോബ് 41-42 അധ്യായങ്ങൾ. വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 16 22 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.